വനത്തിനുള്ളിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം പുറത്തെടുത്തു. കോഴിക്കോട് നിന്നും 1.5 വർഷം മുമ്പ് കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് ചെരമ്പാടിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തിയത്. മൃതദേഹം ചതുപ്പ് നിലത്തിൽ കിടന്ന നിലയിലായിരുന്നു. മൃതദേഹം അഴുകിയിട്ടില്ല. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, 1.5 വർഷം മുമ്പ് കാണാതായ വ്യക്തിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ, ഇന്ന് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഒരു പ്രതിയായ അജേഷാണ് ഇത്തരത്തിൽ ഈ ഒരു മൃതദേഹം കാണിച്ചു കൊടുത്തത്. വയനാട് അതുപോലെ തന്നെ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ചേരമ്പാടി. ഈ പ്രദേശത്തെ ഒരു ചതുപ്പ് നിലത്തിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം, ഹേമന്തിന്റെ മൃതദേഹം ഈ പ്രതികൾ കുഴിച്ചുമൂടി ഇട്ടിരിക്കുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത്. അതിനുശേഷം അജീഷിനെ ഈ സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നും കോഴിക്കോട് സിറ്റി പോലീസും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസും ഈ അന്വേഷണം നടത്തി അജേഷിനെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് അജേഷ് കൃത്യമായി തന്നെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഒരു 4 അടി താഴ്ചയിലാണ് ഈ മൃതദേഹം ഹേമചന്ദ്രന്റെ മൃതദേഹം ഇട്ടിട്ടുള്ളത്. മൃതദേഹം അഴുകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തിനാൽ തന്നെയും ഇത് കൂടുതലായി ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായി തന്നെ ഇതിനെ കൂടുതൽ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടത്തുവാൻ വേണ്ടി ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലയ്ക്ക് ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കോഴിക്കോട് മായനാടാണ് ഇവർ താമസിച്ചിരുന്നത്. ആദ്യം ബത്തേരി സ്വദേശിയാണ് ഇദ്ദേഹം, ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷം കോഴിക്കോട് മായനാട് ഒക്കെ ഈ താമസം മാറ്റുകയായിരുന്നു. ഇവിടെ താമസിച്ചു വരുന്നതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിന് ചെറിയ ചിട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ സാമ്പത്തിക ഇടപാടുണ്ട്. തുടർന്ന് ഈ സാമ്പത്തിക ഇടപാട് ചിലർ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഇവർക്ക് കുറച്ചു പേർക്ക് 2-3 പേർക്ക് ഈ ഇദ്ദേഹം കുറച്ചു പേർക്ക് പൈസ നൽകാനുണ്ട്. അതിനുശേഷമാണ് ഈ അജേഷും സംഘവും ഇയാളെ വന്ന് കാണുകയും പൈസയുടെ കാര്യത്തിൽ തർക്കമുണ്ടാകുകയും പിന്നീട് ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത. തുടർന്ന് ഒരു റൂമിൽ പൂട്ടിയിടുകയും ഇയാൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഈ അജേഷും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പിന്നീട് ഈ ചേരമ്പാടിയിലെ ഈ ഒരു വനപ്രദേശത്തേക്ക് എത്തുകയും അവിടെ ഇയാളെ കുഴിച്ചുമൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പോലീസിന് ഇതിനുള്ള തെളിവ് ലഭിക്കുന്നത് ഈ അജേഷും അതുപോലെ തന്നെ കൂട്ടാളികളും പിന്നീട് ഇയാളെ കൊന്നതിന് ശേഷം പിന്നീട് മൈസൂർ എത്തുകയുണ്ടായി. മൈസൂരിൽ നിന്നും ഇദ്ദേഹത്തിന്റെ മകളെ ഫോൺ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മെസ്സേജ് അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഹേമചന്ദ്രനാണ് വിളിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് തന്നെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ചുനാൾ ഇദ്ദേഹത്തെ കാണാതായപ്പോഴാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയ ശേഷം ഹേമചന്ദ്രന്റെ മകൾ നൽകിയ മൊഴി ഇത്തരത്തിലായിരുന്നു. ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് അവസാനം വന്നത് എന്നുള്ളതാണ്. അവിടെയാണ് പോലീസിന് വലിയ രീതിയിലുള്ള ഒരു സംശയം പോലീസിന് തോന്നിയത്. തുടർന്ന് പോലീസ് ഈ ഫോൺ കോൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫോൺ കോൾ പരിശോധിച്ചപ്പോൾ ഈ ഫോൺ നമ്പർ പല സ്ഥലങ്ങളിലായി എത്തിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ഈ ഫോൺ നമ്പർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയും തുടർന്ന് ഈ നമ്പർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഈ അജേഷ് അടക്കമുള്ള 3 പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവർ കൊലപാതകം നടത്തി എന്ന് പറയുകയും കൊലപാതകം നടത്തി എന്ന് പറഞ്ഞതിന് ശേഷം ഈ തെളിഞ്ഞതിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെയാണ് പിന്നീട് ഈ ഒരു വയനാട്ടിലേക്ക് അജേഷിനെയും കൊണ്ട് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ നടത്തിയ തെരച്ചിലാണ്. അതിനുശേഷം അജേഷ് കൃത്യമായി ഈ ബോഡിയുടെ അരികത്തേക്ക് എത്തി അവിടെ നിന്നും ബോഡി പാർട്സ് എല്ലാം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് മൃതദേഹം അല്പം മുൻപ് ഈ വനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സുരേഷ്, അർജുൻ PS ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.